ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ മലബാർ സ്നാക്കാണ് ഉന്നക്കായ. ചായക്കൊപ്പം കഴിക്കാനും ഇപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇത് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഴുത്തു തോലി കറുത്ത പഴം ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് എടുക്കരുത്. ഇത് ഉടച്ചു വരുന്ന സമയത്ത് വെള്ളം പോലെയാകും. പാകത്തിന് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 15 മിനിറ്റോളം ഇഡ്ഡലി ചെമ്പിലിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞുള്ളിലെ കറുത്ത നാരെല്ലാം ഒന്ന് നീക്കം ചെയ്യാം. എന്നിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉന്നക്കായക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 15 ബദാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിരകി വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ പഴം എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയുടെയും മറ്റു ചേരുവകളുടെയും അളവ് കൂട്ടിയെടുക്കണം. തേങ്ങ ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഫില്ലിങ്ങിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു മുട്ട ഉടച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ട് ഞാൻ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഉന്നക്കായക്ക് ആവശ്യമായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 ഈന്തപ്പഴം കുരു കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈന്തപ്പഴം ഓപ്ഷണലാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈന്തപ്പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിൽ ചേർക്കാം. ഈന്തപ്പഴം അത്യാവശ്യം നല്ല മധുരമുള്ളത് കൊണ്ട് പഞ്ചസാര വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. പഴം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ പുരട്ടിയതിന് ശേഷം നമുക്ക് ഉന്നക്കായ തയ്യാറാക്കാൻ തുടങ്ങാം. പഴത്തിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് അതിൽ വെച്ച് ഇത് ഉന്നക്കായയുടെ ഷേപ്പിലാക്കി ഒന്ന് എടുക്കണം. ഇത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഒട്ടും വിള്ളലില്ലാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാതിരിക്കുകയുള്ളൂ. പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എല്ലാം വെച്ച് ഉന്നക്കായ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഒരു ചട്ടിയിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.